അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മളുടെ കൂടെ ഒരു മിടുക്കനും ഒരു മിടുക്കിയാണെന്നുള്ളത്. അപ്പോൾ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ. മോൻ്റെ പേരൊന്ന് പറയും. സെയ്ദ് അഫാൻ അബ്ദുള്ള ഇബ്നു മുസ്അബ് ആണോ? മാഷാ അല്ലാ, നല്ല അടിപൊളി പേരാണല്ലോ. ഇന്ന് എന്തൊക്കെ പരിപാടി അവതരിപ്പിക്കാനുള്ളത്? പാട്ടുകളാണ് ഇന്ന് അവതരിപ്പിക്കാനുള്ളത്. ആ, മോക്കോ? രണ്ട് പാട്ടും. മോളെ പേര് പറയും. സയ്യിദത്ത് ഹസ്വ സബീഹ് സി. ഹസ്വ സബീഹ് സി അല്ലേ? അപ്പോൾ ഹസ്വ സബീഹും അതുപോലെ അഫാൻ അബ്ദുള്ള അല്ലേ? ആഹാ. അപ്പോൾ അഫാൻ അബ്ദുള്ള എത്രാം ക്ലാസ്സിലാ? LKG. പറ, എത്രാം ക്ലാസ്സിലാ? ഏതാ ക്ലാസ്? സ്കൂളിൽ UKG. അല്ലാ റബ്ബേ, UKG-ലാണല്ലേ? UKG-ൽ പാട്ടൊക്കെ നല്ല പഠിച്ചു. 4 വയസ്സായോ? ഓഹ് മാഷാ അല്ലാ. അപ്പം ഇന്ന് 4 വയസ്സായ അഫാൻ്റെ ഒരു പൊളി പരിപാടിയാണെന്ന് നടക്കാൻ പോണത്. ആഹാ. പിന്നെ ഹസ്ബൻഡോ, എന്തൊക്കെ പരിപാടിയുള്ളത്? 2 പാട്ടും 3 കുസൃതി ചോദ്യം. 2 പാട്ടും 3 കുസൃതി ചോദ്യങ്ങളും. അഫാൻ എത്ര പാട്ടുള്ളത്? ഇഷ്ടം പോലെ പാട്ടുണ്ട്. ഇന്ന് അപ്പം നമുക്ക് നിർത്തി പോകണ്ടേ? പോകുന്നു വേണ്ടല്ലേ? ഇഷ്ടം പോലെ പാടിയിട്ട് പോയാൽ മതി അല്ലേ? ആരൊക്കെ ഇവിടെ വന്ന് ചോദിക്കണ്ടോ? അഫാനെ ചോദിക്കുന്ന ആൾക്കാരുതാ കേട്ടോ. മൻഹ നസീർ ഈസ്റ്റ് കോടൂരും, അമീർ ടി എടത്തനാട്ടുകര, ജമീല വി പി കാളിക്കാവ്, സഫിയ എടപ്പാൾ, ഹുസൈൻ VM എടത്തനാട്ടുകര, ആയിഷ കരുമ്പിൽ, മെഹനാസ് ഗഫൂർ, അതുപോലെ സുബൈദ ഇസ്മായിൽ, ഷംനാദ് ഖാൻ, ഉമ്മുകുൽസൂ ചെറമംഗലം, ഇവരൊക്കെ ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അഫാൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. അഫാൻ ഒരു അടിപൊളി പാട്ട് പാടിയാലോ? നമ്മൾ തുടങ്ങിയാലോ? ഏത് പാട്ടാ പാടാം നമ്മൾ? കഥ പറയാം എന്നുള്ളൊരു പാട്ടാണോ അതോ കഥയാണോ? എന്നാ തുടങ്ങാം, കേൾക്കാം. തുടങ്ങിക്കോ, സ്റ്റാർട്ട്. കഥ പറയാം ഞാനൊന്ന്, കരളൊരുകും കേൾക്കുന്നു, കഥകൾ തരം കാണുന്ന തിരുമക്കത്ത് ധീരൻ ഉമറുബിനുൽ ഖത്താബിൻ പുകൾ പറയുന്നേ. കഥ പറയാം ഞാനൊന്ന്, കരളൊരുകും കേൾക്കുന്നു, കഥകൾ തരം കാണുന്ന തിരുമക്കത്ത് ധീരൻ ഉമറുബിനുൽ ഖത്താബിൻ പുകൾ പറയുന്നു. അങ്ങകലെ ദേശത്ത് മക്കയുടെ ചാരത്ത് കാടുകളിൽ വാടുന്നുണ്ടൊരു മകവീരൻ, അവരുടെ മൈമയവും പേരാണ് ഉമറു ഫറൂഖ്. പടവാളും പേടിത്തുമറ് സ്വന്തം വീട്ടിലെ കയറിയ നേരം, ഖുർആനിൽ മൊഴികൾ കേട്ട് തരിച്ചെന്റെ മനം, ഉടനെ തിരുത്തോഹ നബിയോരെ സവിരമടങ്ങിലല. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഒന്നും പറയാനില്ല അഫാനെ. എന്ത് രസമായിട്ടാ പാട്ട് പാടിയേ അഫാനെ. എന്തൊരു പാട്ടത്, അടിപൊളി പാട്ടാ, സൂപ്പർ പാട്ട്. സ്പീഡിൽ പാടിയണല്ലേ? പക്ഷെ എന്നിട്ട് നല്ല അടിപൊളിയായിടാ.
സൂപ്പറായി. ആരെനിക്കിപ്പോൾ ഇത് പഠിപ്പിച്ചിരുന്നേ? അൽഹംദുലില്ലാ. ഹംദുലില്ല. ആരത് പഠിപ്പിച്ചിരുന്നത്? എല്ലാരും പഠിപ്പിച്ചു. എല്ലാവരും പഠിപ്പിച്ചിരില്ല. എന്നാലും ഒരാളെ പറയും. ഉമ്മച്ചി. ഉമ്മണ്ട്. പിന്നെ ഇപ്പ ഇപ്പണ്ട്. ഇപ്പൻ്റെ പേരെന്താ? മിസ്സാബ്. മിസ്സബ്. പിന്നെ അതുപോലെ ഉമ്മാൻ്റെ പേരോ? സഫീറ. സഫീറ. പിന്നെ ആരാ ഉള്ള വീട്ടിൽ? എന്റെ താത്തിയും കാക്കയും. താത്തിയും കാക്കിയുണ്ടോ? താത്തൻ്റെ പേരെന്താ? അൽന. ഏ? അൽന. അൽന. പിന്നെ അയാനി. അയാന്. അൽന അയാനും എന്താണ്? ഓലൊക്കെ പാട്ട് പാടുമോ? മോലൊക്കെ പാട്ട് പാടും. ഓല് പാട്ട് പാടും. നല്ല പാട്ട് പാടും. എൻ്റെ അത്രയൊന്നും പാട്ട് പാടില്ല. പാടുമോ? അഫാൻ്റെ അത്ര പാട്ട് പാടുമോല്? ഇല്ലല്ലോ, അത്രക്ക് പോരല്ലോ. അതല്ല, ഓല് കൊറേ പാടും. കുറേ പാടലുണ്ടോ? പക്ഷെ എനിക്ക് തോന്നണം അഫാൻ്റെ അത്രയൊന്നും ഓല് പാടൂല കേട്ടോ. ഓല് വേറെ പാടാനൊക്കെ പാടല്ലോ, പോകലുണ്ടോ? എവിടെ സ്കൂളിൽ പാടലുണ്ടോ ഓല്? ഉണ്ടോ? സമ്മാനം കിട്ടീനോ ഓൽക്ക്? ഓൽക്ക് സമ്മാനം കിട്ടീനോ? ആ കുട്ടീനെ ആർക്കൊക്കെയാണ്? ആരൊക്കെയായിരുന്നു പേര് പറഞ്ഞേ ഒന്ന്? എന്റെ കാക്കൻ്റെ പേര്? അയാനി. അയാനും പിന്നെ അൽനാസും. അൽനാസും. അയാനും അൽനാസും സമ്മാനം കിട്ടീനോ? രണ്ടാക്കും കിട്ടിയിട്ടുള്ളൂ. ഓൽക്ക് രണ്ടാൾക്ക് സമ്മാനം കിട്ടീനോ? ഇനിയിപ്പോൾ അഫാൻ ഇന്ന് അടിപൊളി സമ്മാനം കേട്ടോ. സമ്മാനം വേണ്ട എനിക്ക്? സൂപ്പർ സമ്മാനം ഉണ്ട് അഫാനെ. ക്ലാസിന്റെ അല്ലേ? ക്ലാസിൻ്റെ അല്ല, എനിക്ക് അങ്ങനത്തെ സമ്മാനം വേണ്ടേ? ഒരു കിൻഡർ ജോയ്. കിൻഡർ ജോയോ? ആ, അതിനിപ്പോൾ എന്താ, കിൻഡർ ജോയ് തരാം. പിന്നെ വേറൊന്നും വേണ്ടേ? അത് മാത്രം മതി. യോ, അഫാനെ ഏറ്റവും ഇഷ്ടം എന്താ പരിപാടി? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. കഴിക്കാൻ എന്താ ഏറ്റവും ഇഷ്ടം? കളിക്കാനൊക്കെ ഇഷ്ടം. കളിക്കാനെല്ലാം ഇഷ്ടമാണ്. കഴിക്കാനോ? ഞം 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 തിന്നാൻ അതേതാ ഏറ്റവും ഇഷ്ടം? കിൻഡർ ജോയാ? കിൻഡർ ജോയാ? ബിരിയാണി ഇഷ്ടമുണ്ടോ? എല്ലാം ഇഷ്ടമാണ് അല്ലേ? നല്ല ഭക്ഷണം കഴിക്കാം അഫാന്? നല്ല ശക്തിയൊക്കെ ഉണ്ടോ അഫാന്? നല്ല ശക്തി ഉണ്ടോ? മസിലൊക്കെ ഉണ്ടോ? യോ, നല്ല പവർ ഉണ്ടല്ലേ. ശരി, ഓക്കെ. അപ്പോൾ അഫാനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പാട്ട് പാടണം കേട്ടോ. നോക്ക് ഇവിടെ ആരൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ, സലീമ ഒതുക്കുങ്ങൽ കൊച്ചു കുട്ടിയുടെ വലിയ പാട്ടാണ് കേട്ടത്, സലീമ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് മെഹനാസ് ഗഫൂർ, മോളൂസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി, മാഷാ അല്ലാ പാട്ടും അടിപൊളിയായി എന്നാണ് മെഹനാസ് ഗഫൂർ പറഞ്ഞത്. പിന്നെ കൊച്ചും മിടുക്കും ഈ ചെറുപ്രായത്തിൽ ചുറുചുറുക്കോടെ ഇനിയും ഉയരത്തിലെത്തട്ടെ, ആമീൻ ബറക്കല്ലാ ഫീക്കും എന്ന് ഉമ്മുകുൽസും. പിന്നെ മോൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്, മാഷാ അല്ലാ നല്ല പാട്ടാണ്, നല്ല രീതിയിൽ പാടിയെന്ന് റുക്കിയ വി കാക്കയങ്ങാട്. റംസിയ സ്വാലിഹ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പാട്ടിനെന്ന് പൊളിച്ചു. ചരിത്രപ്രസിദ്ധമായ ആരെ പറ്റിയുള്ള പാട്ടായിരുന്നു? ഉമർ റളിയല്ലാഹുവിനെ പറ്റിയുള്ള പാട്ടല്ലേ? കഥ പറയാം. കൊറേ പാട്ട് പാടുന്നുണ്ട്. ആയിക്കോട്ടെ, എന്നാൽ ഞാൻ അടുത്ത പാട്ടൊന്ന് പാടിയാലോ? ഏതാ അടുത്ത പാട്ട്? ആ, കേൾക്കട്ടെ. ഫക്കീറിൻ്റെ അതല്ലേ? ആ, ഫക്കീറിന്റെ വേഷമണിഞ്ഞ് ഫിക്റുകളണിയാനായി തുനിഞ്ഞ് യാവിൽ സഫറായി ഭരണ തലവൻ ഉമർ ഖലീഫ. അന്ന് പെരുമണൽ താണ്ടി നടന്നു ഖലീഫ. മനുഷ്യന് കഥകൾ തിരക്കി ഖലീഫ. ഊണൊരുക്കില്ലാതെ പ്രജകളെ ഉള്ളുകളടയാനേ. ഫക്കീറിന്റെ വേഷമണിഞ്ഞ് ഫിക്റുകളണിയാനായി തുനിഞ്ഞ് യാവിൽ സഫറായി ഭരണ തലവൻ ഉമർ ഖലീഫ. അന്ന് പെരുമണൽ താണ്ടി നടന്നു ഖലീഫ. മനുഷ്യന് കഥകൾ തിരക്കി ഖലീഫ. ഊണൊരുക്കില്ലാതെ പ്രജകൾ ഉള്ളുകളടയാനേ. ഒട്ടകമാടുകൾ പോച്ചിയെടുത്ത് പൊച്ചൊരു കഷ്ട പാണു പെരുത്ത് ഉമ്മയുമോളും പാലും വെച്ചത് കയ്യാടെ വീട്ടിൽ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പം ഇന്ന് നമുക്ക് മൊത്ത പാട്ടാക്കാം അല്ലേ?
ഇനി കുറേ അടുത്ത പാട്ട് നോക്കി വെച്ചോട്ടോ. അപ്പോഴേക്ക് അസ്വ ഒരു പാട്ട് പാടും. അസ്വ, നമുക്ക് വേറെ പാട്ട് പാടണ്ടേ? ആയിഷ കരുമ്പിൽ മോൻ്റെ പാട്ട് വളരെ ഉഷാറായി. ബാറക്കല്ലാ ഫീക്കും. കൊച്ചുകുട്ടി അടിപൊളിയായിട്ടുണ്ട്. മോൻ ഉയരത്തിലെത്തട്ടെ. അൽഹംദുലില്ലാ. അപ്പോൾ അഫാൻ എന്നിങ്ങനെ തിമിർത്ത് പോവുകയാണ് കേട്ടോ, മുന്നോട്ട് പോകാൻ. അഫാൻ്റെ പാട്ട് അടിപൊളി. ഹുസൈൻ VM എടത്തനാട്ടുകര. പിന്നെ അത് മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരി. ഓക്കെ, അൽഹംദുലില്ലാ. ഇനി അടുത്ത് നമുക്ക് അസ്വയുടെ ഗാനമാണ്. അസ്വ ഏത് പാട്ടാണ് പാടുക? അല്ലാഹു അഹദ് എന്ന്. ഓക്കെ, പാടാം. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. മേലെ മേഘക്കരിൽ മണ്ണിൽ വീഴും മഴയും ഇറയോടെ കരുണത്തിൽ നിറവാണ്. മേലെ മേഘക്കരിൽ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോടെ കരുണത്തിൽ നിറവാണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. നേരം പോയി കാലം പോയി ആയുസ്സിൻ്റെ നീളം പോയി, പിടികൂടും മരണമെന്നോർത്തോ, എന്നും പിടികൂടും മരണമെന്നോർത്തോ. നേരം പോയി കാലം പോയി ആയുസ്സിൻ്റെ നീളം പോയി, പിടികൂടും മരണമെന്നോർത്തോ, എന്നും പിടികൂടും മരണമെന്നോർത്തോ. ഇണയില്ല തുണയിലില്ല തണലില്ല തലയുന്ന ഇടമാണ് പരലോകമോർത്തോ. ഇണയില്ല തുണയില്ല തണലില്ല തലയുന്ന ഇടമാണ് പരലോകമോർത്തോ. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. കഴിവില്ല നിഴവില്ല നീയല്ലാതെ തുണയില്ല, കനിവേറും സുബ്ഹാനെ നീ, എന്നും കനിവേറും സുബ്ഹാനെ നീ. കഴിവില്ല നിഴവില്ല നീയല്ലാതെ തുണയില്ല, കനിവേറും സുബ്ഹാനെ നീ, എന്നും കനിവേറും സുബ്ഹാനെ നീ. ഇരുലോക വിജയം ഞാൻ തേടുന്നു റഹ്മാനെ, ഇരു കൈകൾ നീട്ടുന്നുവെന്നും. ഇരുലോക വിജയം ഞാൻ തേടുന്നു റഹ്മാനെ, ഇരു കൈകൾ നീട്ടുന്നുവെന്നും. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. മേലെ മേഘക്കരിൽ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോടെ കാരുണ്യത്തിൻ നിറവാണ്. മേലെ മേഘക്കരിൽ നിന്നും മണ്ണിൽ വീഴും മഴയും ഇറയോടെ കാരുണ്യത്തിൻ നിറവാണ്. അല്ലാഹു അഹദെന്ന് വാഴ്ത്തുന്നു ജഗമെങ്ങും, അഴകേറുമിഹലോകം അഹദിൻ്റെ കഴിവാണ്. മാഷാ അല്ലാ. അപ്പോൾ അതാ പാട്ട്, സൂപ്പറായിട്ടുള്ള പാട്ട്. ഇപ്പോൾ 2 പാടിക്കഴിഞ്ഞു അല്ലേ? രണ്ടാളും പാട്ട് പാടിക്കഴിഞ്ഞു. അമീർ ടി എടത്തനാട്ടുകര പറഞ്ഞു ഇന്ന് ലൈവ് 1 മണിക്കൂർ പോരാ എന്നാണ് തോന്നുന്നത്. രണ്ടാളും വളരെ എനർജറ്റിക്കാണ്. പിന്നെ 2 പാട്ടും ഉഷാറായിട്ടുണ്ട്. അല്ലാഹു ഉയരത്തിലെത്തിക്കട്ടെ എന്ന് മുകുൽ സൂച്ചിറമംഗലം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. രണ്ടാളും അടിപൊളിയാണല്ലോ. പീസ് റേഡിയോ കുടുംബത്തിനും ശ്രോതാക്കൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മാഷാ അല്ലാ. അസ്വയും സൂപ്പറാണ് എന്നാണ് ഹുസൈൻ VM എടത്തനാട്ടുകര പറഞ്ഞത്.
അതുപോലെ തന്നെ ഇന്നത്തെ രണ്ടാളും പൊളിച്ചടക്കിയിട്ടുണ്ട്. മൻഹാ നസീർ ഈസ്റ്റ് കോഡൂർ ലൈവിനെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ഈവനിങ് ലൈവ് ഒരു ഇസ്ലാമിക് ഗാനമേളയാണ്, മാഷാ അല്ലാഹ്. പിന്നെ ഉമ്മുകുൽസു ചെറുമംഗലം പറഞ്ഞത് അഫാന കിട്ടുകയാണെങ്കിൽ ഉമ്മുകുൽസു ചെറുമംഗലം അഫാന കൊണ്ടുപോകാൻ റെഡിയാണ്. ഒരു ഇത്താത്തണ്ട് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കണം. എൻ്റെ പാട്ട് കേൾക്കാം. അടുത്ത പാട്ട് പാടി കൊടുത്താലോ? അടുത്ത പാട്ട് ഏതാ പാടുക? ഏത് പാട്ടാ പാടുക? നടക്കുമ്പോളോർക്കില്ല അല്ലേ? ആ പാട്ടാണോ? തുടങ്ങിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നടക്കുമ്പോളോർക്കില്ല കിടക്കുമെന്ന്, നാവി തലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ച വാസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ച അവസാനം മടങ്ങുമെന്ന്, മടങ്ങുമെന്ന്, പിറവി നാം അറിയാതെ കൺ തുറന്നുമല്ലേ പറന്നു നാം ഉയർന്നപ്പോൾ മനം മറന്ന്, ദുനിയാവ് വെറുമൊരു ഇടത്താവണം, നേരിൻ ദൂതന്തൻ ഓർക്കാതെ അകന്നു പാളം, കര കാണാതങ്ങോട്ടോ കുതിച്ചു പോയി, നമ്മൾ തന്നെ താനറിയാതെ മതിച്ചു പോയി. കഴിഞ്ഞോ? ചേടാ, ഇനി പാട്ട് കഴിയരുത്. തീരാത്ത പാട്ട് പാടണം അല്ലേ? തീരാത്ത പാട്ട് ഏതാ? അത് തീരൂല, അത്ര തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തീരാത്ത പാട്ട് നമുക്ക് പാടാം. അപ്പം നമുക്ക് സാരോപദേശം കേട്ടതിന് ശേഷം വരാം. ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് കേൾക്കാൻ. അപ്പോൾ ആ പരിപാടി കേട്ടതിന് ശേഷം നമുക്ക് തീരാത്ത പാട്ട് പാടാം കേട്ടോ അഫാനെ? ഈ ബുക്ക് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഈ ബുക്കിലുള്ളതൊക്കെ ഇജ്ജ് പറയോ? ഇത് കടങ്കഥൻ്റെ ബുക്കാണ്. ഈ കടങ്കഥ പറയോ? എന്തൊരു കുസൃതി ചോദ്യം ഉണ്ട് ഇനി എൻ്റെ അടുത്ത് അല്ലല്ലോ? അതോ ഹസ്ബൻഡ് അടുത്തല്ലേ? നമ്മൾ കുറേ ആളുകളുണ്ട് ഇങ്ങനെ അഫാനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഫാന് അവരോട് എന്താ പറയുള്ളത്? അഫാനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് അഫാൻ എന്താ പറയുള്ളത്? സന്തോഷം. അഫാന് കിൻഡർ ജോയ് ആയിട്ട് കുറേ ആൾക്കാർ വരാണ്ട്. വേഗം ഇങ്ങോട്ട് വരട്ടെ അല്ലേ, ലൈവ് കഴിയുമ്പോഴേക്കും അല്ലേ? പറയടാ. അപ്പോൾ നമുക്ക് ഇനി സാരോപദേശം കേട്ടതിന് ശേഷം വരാം കേട്ടോ. സാരോപദേശത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഹൃദയം സദാസമയം മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിലച്ചു പോകുന്നത് ഏക സമയത്ത് മാത്രമാണ്. അത് നമ്മൾ തുമ്മുന്ന സമയത്താണ്. നമുക്കെല്ലാവർക്കും അറിയാം, തുമ്മൽ വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവിടെ തുമ്മിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. യഥാർത്ഥത്തിൽ ഇത് പടച്ചറബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ തുമ്മൽ. അതോടുകൂടി ഒരുപാട് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. നമ്മുടെ ബ്രീത്തിങ് ഏറ്റവും സ്മൂത്താവുന്നു, കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ് വയക്റഹു തസാഉബ്. അല്ലാഹ് തുമ്മുന്നവരെ ഇഷ്ടപ്പെടുന്നു, കോട്ടുവായിടുന്നവരെ വെറുക്കുന്നു. ഫഇദാ അതസ അഹദുക്കും ഫല്യഹ്മദില്ലാഹ്.
നിങ്ങൾ ആരെങ്കിലും തുമ്മുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് കേൾക്കുന്ന മുസ്ലിമോ യർഹമുക്കല്ലാ എന്ന് പറയണം. അപ്പോൾ തുമ്മിയവനോ യഹ്ദീക്കുമുല്ലാ വയുസ്ലിഹു ബാലക്കും എന്ന് പറയണം. അപ്പോൾ തുമ്മിയ ആൾക്ക് പ്രതിഫലമായി, കേട്ടവർക്ക് പ്രതിഫലമായി, എല്ലാവർക്കും പ്രാർത്ഥനയായി. നോക്കൂ, ഇസ്ലാം എത്ര ബ്യൂട്ടിയുള്ള അല്ലേ, മനോഹരമായ മതമാണ്. തുമ്മിയാൽ പോലും അവിടെ അള്ളാഹുവിനെ സ്തുതിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക അല്ലേ, കൃത്യമായി അവിടെ അദബുകൾ പഠിപ്പിക്കുക. വായ ഒപ്പിപ്പിടിക്കണം, ഉച്ചത്തിൽ തുമ്മരുത്. അത് നമുക്ക് പിന്നെ കൂടുതൽ പ്രയാസങ്ങളുണ്ടാകും, മറ്റുള്ളവർക്കും പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് അദബുകൾ പഠിപ്പിക്കുക. അതിലൂടെ നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുക. അതോടൊപ്പം നമുക്ക് ശാരീരിക ഉന്മേഷവും ലഭിക്കുക. മാഷാ അല്ലാഹ്. എന്നാൽ കോട്ടുവായ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക ചെയ്യുക അല്ലെ. വായിക്കാനിരുന്ന കോട്ടുവായിടുക, ഓതായിരുന്ന കോട്ടുവായിടുക, നിസ്കരിക്കാൻ കയ്യെട്ടിയ കോട്ടുവായിടുക. അപ്പോൾ അത് ശൈത്താൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇദാ തഥഅബ അഹദുകും ഫല്യറുദ്ദഹു മസ്തതഅ. നിങ്ങൾ ആരെങ്കിലും കോട്ടുവായിടുകയാണെങ്കിൽ പരമാവധി പിടിച്ചു വെക്കണം. കോട്ടുവായിടരുത്, പിടിച്ചു വെക്കുക, വായ ഒപ്പി പിടിക്കുക. ഫഇന്ന അഹദകും ഇദാ തഥഅബ ലഹിക ശൈത്താൻ ലഹിക മിൻഹു ശൈത്താൻ. ആരെങ്കിലും കോട്ടുവായ ഇട്ടാൽ പിശാചിന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണ്, ഓനെ ഇനി പിന്നെ ഇതിൽ നിന്ന് പേപ്പിക്കാൻ പറ്റും, ഓൻ്റെ ഇൻട്രസ്റ്റ് കളയാൻ പറ്റും, നിസ്കാരം അതിൻ്റെ ഫലം ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശൈത്താന് കോട്ടുവായ ഇടുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോൾ തുമ്മിയാലും അൽഹംദുലില്ല പറയണം. അതിലൂടെ നമുക്ക് കൂലി കിട്ടും. മനസ്സിലായില്ലേ? കേൾക്കുന്നവർക്കും കൂലി കിട്ടും, പരസ്പരം പ്രാർത്ഥിക്കും, നമുക്ക് ഉന്മേഷവും ലഭിക്കും, സമാധാനവും ലഭിക്കും, എല്ലാം ലഭിക്കും. അതുകൊണ്ട് എപ്പോഴും വിട്ടുപോകുന്നൊരു സുന്നത്താണ് തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുക എന്നുള്ളത്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാ എന്നത് ഉറക്കെ നമ്മൾ പറയണം. ഉറക്കെ പറയുമ്പോൾ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവരതിന് ഈ പറഞ്ഞ കോലത്തിൽ എന്ത് ചെയ്യണം, റിപ്ലൈ പറയണം. ഈ പറഞ്ഞ കോലത്തിൽ യർഹമുക്കല്ലാ എന്ന് കേട്ടവർ പറയണം, യർഹമുക്കല്ലാ. അപ്പോൾ തുമ്മിയാൾ എന്ത് പറയണം, യഹ്ദീക്കുമുല്ലാ വയുസ്ലിഹു ബാലക്കും, യഹ്ദീക്കുമുല്ലാ വയുസ്ലിഹു ബാലക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുമ്മും. അപ്പോൾ കാന റസൂലുള്ളാഹി ഇദാ ആതസ വലഅ യദഹു ഔ സൗബഹു അലാ ഫീഹി. വായിൽ നബി ടവലോ ഡ്രസ്സോ അല്ലെങ്കിൽ കയ്യോ ഒപ്പിപ്പിടിക്കും. വഖഫദ ഔ ഗദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിപ്പിടിക്കുക. അതുപോലെ തന്നെ ഈ തുമ്മുമ്പോൾ ഭയങ്കര സൗണ്ട്, ആച്ചയും പറയുമ്പോൾ ഒന്നായിട്ട് തെറിക്കൂലേ. അപ്പോൾ ആ സൗണ്ട് കുറക്കാൻ, ആ തെറിക്കുന്ന ഉമിനീര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഒക്കെ ഒപ്പിപ്പിടിക്കുക. അതുപോലെ തന്നെ സൗണ്ട് നബി കുറക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ ഹെൽത്തിന് ആവശ്യമാണ്. അള്ള വെച്ചൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം അല്ലേ, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ, നമുക്ക് ഉന്മേഷം നൽകാൻ. അപ്പോൾ ആ ഒരു നിഅമത്തിന് നമ്മൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക, അൽഹംദുലില്ലാ പറയുക. ഈ പറയപ്പെട്ട കോലത്തിൽ ഒപ്പി വയ്ക്കുക, സൗണ്ട് കുറയ്ക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ തുമ്മുന്നവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുക. ഇത്തരം അദബുകളൊക്കെ പഠിച്ച് ജീവിതത്തിലെല്ലാ നേരവും അല്ലേ, നേരം വെളുത്ത് നമ്മൾ ബെഡ്റൂമിലേക്ക് ഇനി വൈകിട്ട് രാത്രി ബെഡിലേക്ക് പോകുന്നവരേക്കും ഇസ്ലാമികമായിട്ട് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് ചെയ്യാണ്ട്. ഓരോ സുന്നത്തുകളും ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഖൈറും ബർക്കത്തും നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്, നിരന്തരമായി ക്ലാസ്സുകളും മറ്റൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കേൾക്കുന്ന ഓരോന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ള പ്രത്യേക ശ്രദ്ധ നമ്മൾ നടത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. അപ്പോൾ സാരോപദേശം കേട്ട് നമ്മൾ അഫാനിലേക്ക് വീണ്ടും വരികയാണ്. അഫാനെ, ആൾക്കാർ ഇവിടെ ഇങ്ങനെ നോക്കിക്കാണ്, അഫാൻ്റെ പാട്ടുണ്ടോ? എത്ര പാട്ടുണ്ട്? 10 പാട്ടുണ്ട്. തീരാത്ത പാട്ട് പാടണ്ടേ? നമുക്കൊരു കഥ പറഞ്ഞാലോ? ഇപ്പോൾ കുറേ പാട്ട് പാടില്ലേ അഫാനെ? എന്താ ജോർക്ക പറയേ, എന്താന്ന് ചോദിക്ക്. കഥ പറയണ്ടേ? ഏത് കഥ പറയാ? ആശാരിയോ?
എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കോ. പണ്ട് പണ്ട് ഒരു ആശാരി ഉണ്ടായി. ആ ആശാരി മരം വെട്ടാൻ പോവുകയെന്ന്. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ട് ആശാരി തിരിഞ്ഞു നോക്കി. അപ്പൊ അത് ലയണേനു. അപ്പൊ ലയണ് ആശാരിയോട് പറഞ്ഞു, നിന്നെ ഞാനിപ്പോ തിന്നുന്ന്. അപ്പൊ ആശാരി ഇത് കേട്ട് ലയണോട് പറഞ്ഞ്, ഈ മരം വെട്ടി കഴിഞ്ഞിട്ട് ആ കൂടുണ്ടാക്കി കഴിഞ്ഞിട്ട് നീ ഇന്നെ തിന്നോട് പറഞ്ഞു. ആരെ പറഞ്ഞു? ഓലി. ആണേ? എന്നിട്ട് ഓലി മരം വെട്ടി കഴിഞ്ഞു ആശാരി. എന്നിട്ട് കൂടുണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ആ ലയണോട് ആശാരി പറഞ്ഞ്, ഈ കൂട്ടിലൊന്ന് കയറി നോക്കി. അപ്പൊ ആശാരി കുച്ചിട്ട് ആശാരി രക്ഷപ്പെട്ട് സിംഹം കൂട്ടിലായി. ആടാ, ആശാരിക്ക് നല്ല ഐഡിയ അറിയാലേ അല്ലേ? ആശാരിക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ആർക്കപ്പോൾ ബുദ്ധി ഇല്ലാത്തത്? ലയണിന്. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, സിംഹത്തിന് ബുദ്ധി ഉണ്ടായില്ല അല്ലേ? സിംഹത്തിന് കൂട്ടിലാക്കില്ലേ? ആ, അപ്പം നല്ലൊരു കഥയും കേട്ട്. ഇപ്പം അടിപൊളി കഥയായില്ലേ? അതാ കുട്ടി പാട്ടുകളൊക്കെ വളരെ ഉഷാറായി, എല്ലാം ബെസ്റ്റ്. ജമീല വി പി കാളിക്കാവ് പറഞ്ഞു. അബ്ദുൽ ഹമീദ് സിക്ക് ഇന്നത്തെ സാരോപദേശത്തിൽ നല്ല വിഷയമാണ് പറഞ്ഞത്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. മാഷാ അള്ളാഹ്, സാരോപദേശം സൂപ്പറായിരുന്നു എന്ന്. അൽഹംദുലില്ലാ. മുകുൽസു ചിറമംഗലം, പ്രായത്തിനേക്കാൾ കവിഞ്ഞ് ഒരു തെറ്റും കൂടാതെ മോന് പാടി. അൽഹംദുലില്ലാ. എൻ്റെ ഫോണിൽ ഈ പാട്ടാണ്, നേരത്തെ മോൻ പാടിയ പാട്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാ അള്ളാഹ്, മോളുടെ പാട്ടും സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാളും പഠിച്ചു പൊളിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ആര്? അപ്പാന് പുറത്തുണ്ടാവും. നമുക്കിനി അഫാൻ്റെ പാട്ട് ഇതാ, ഒരു കുഞ്ഞു കുട്ടിയുടെ നല്ല കഥ. അൽഹംദുലില്ലാ, ഉയർച്ചയിലെത്തട്ടെ. അപ്പോൾ നല്ല ആക്ഷനോട് കൂടി പറയുന്നുണ്ടല്ലോ, അടിപൊളിയാണല്ലോ എന്നാണ് മുകുൽസു ചിറമംഗലം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കേ അഫാനെ, നമുക്കപ്പോൾ ഏതൊക്കെ പാട്ടുണ്ടോ? അഫാനിപ്പോൾ ഒരുപാട് പാട്ട്. ഉണ്ടുസഖിയാണ് പാടുന്നത് ആദ്യം. ഉണ്ടുസഖി ഒരു കുലമുന്തിരി, ആ പാട്ടാ എന്നാ ആ പാട്ട് നമുക്ക് പാടാം അല്ലേ? ആ പാട്ടൊന്ന് അടിപൊളിയായിട്ട് നമുക്കൊന്ന് പാടാം. ഓക്കെ, അതോ അറബി പാട്ടാണോ പാടേണ്ടത്? ഏതാ പാട്ടാണ് വേണ്ടത്? ആദ്യം ഏതാ? ഹജ്ജല് പാടാൻ പറ്റുമോ? പറ്റൂല, നടക്കൂല. ഉണ്ടുസഖി പാടിയിട്ട് ഹജ്ജല് തുടങ്ങാന്നാല് അല്ലേ? എന്നാ ഉണ്ടുസഖി പാടാം, തുടങ്ങിക്കോ. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാളെണ കയ്യിൽ ഉൺറുപ്പിയേ കൽബിലരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാരെ ഇന്നറിയല്ലേ നിങ്ങൾ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും നാരണയില്ല രാജകനാണെന്നോ പാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു ദിലയില്ല പിറി ഉമറുബിനുൽ അബ്ദുൽ അസീസും സഗതമിണിയ ഫാത്തിമ തമ്പ് ഉണ്ടായ പമ്പാഷണമാ ഒന്നിതു കേട്ടിടുവിൻ അമവിയ രാജകുമാരൻ സുഖലോലുപന ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിടവി അവരുടെ വീട് പുണണമാടം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി ഉമറുബിനുൽ അബ്ദുൽ അസീസ് ഒരു കാര്യം ചൊല്ലൂപ്പ.
ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചേരം കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാം അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് വേറെ പാട്ട് നോക്കാം. അപ്പോൾ ഈ പാട്ട് ഫുള്ള് പഠിച്ചിരുന്നു അല്ലേ? ഒന്നുകൂടി പറയും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഈ പാട്ടിൻ്റെ അടുത്ത വരികളിൽ എന്നാൽ ജസ്റ്റ് ഒന്നുകൂടി കേട്ടിട്ട് ബാക്കി തുടരാൻ പറ്റുമോ? ഒന്നുകൂടി കേട്ടോക്കെ അല്ലേ? തുടക്കത്തിൽ എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹജ്ജില പാടാം. അത് പാട്ട് അടിപൊളിയല്ലേ? അതൊക്കെ കുറച്ചുള്ളൂ. കുറച്ചുള്ളൂ, എന്നാൽ കുറച്ച് അതൊന്ന് പാടിയിട്ട് നമുക്ക് അടുത്തിലേക്ക് പോവാം. ഹജ്ജില നല്ല രസമുള്ള പാട്ടല്ലേ? ഇത്രയേ ഉള്ളൂ? നല്ല നോക്കട്ടെ എത്ര ഉണ്ട് നോക്കെ, 2 വരിയെ നോക്കട്ടെ. അപ്പോൾ അഫാന ഈ നേരത്തെ എന്താ പറഞ്ഞേ? എന്താ നേരത്തെ പറഞ്ഞേ? ഇത്തിരി പോകുന്ന പാട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞ്? വലിയ പാട്ട് പാടില്ലേ? ഇപ്പോൾ വലിയ പാട്ടാണ്. അതൊന്നല്ല, നല്ല വലിപ്പുണ്ട് പാട്ട് ഉണ്ട്. എന്നായിക്കോട്ടെ, നാളൊരു കാര്യം ചെയ്യാം, ഇതിനേക്കാളും വലിയ പാട്ട് വേറെ ഉണ്ടാവില്ലേ? നമുക്കിനി ഓളെ പാട്ട് കേട്ടാലോ? അസ്വ സബീഹാണ് ഇനി പാട്ട് പാടുന്നത് അല്ലേ? അസ്വ സബീന്റെ പാട്ട് ഏതാ? പാടൂ, അസ്വ പാടൂ. ഏതാ പാട്ട്? ലബ്ബൈക. ഓക്കെ. ലബ്ബൈക പാടുന്നു ജനകോടി അടങ്ങലമുടയോണടക്കുന്നു ലക്ഷം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുക്കിക്കൊണ്ടിച്ച പൊതി നടക്കും. ഉള്ളു തൊടിച്ചു കൊതിച്ച് വിളിച്ച് ജഹിച്ച് മതിച്ചുടനോർത്തു രസിച്ച് പതിമക്ക തടുത്തിടുന്നേ, റബ്ബിൽ ഉദിബത്ത് നടത്തിയിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരു തന തേടി മിണ്ടാനേ ഗുണപൂണ്ടാനേ. പല ദേശം പല ഭാഷ പല ദേശമാവിടം, പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഇവിടം. പല ദേശം പല ഭാഷ പല ദേശമാവിടം, പല പല സംസ്കാരങ്ങൾ പലത്തും അവിടം. അകലൊരു ഹലിയുള്ള വിളിച്ചറ വിളിക്കത്ത് അതിർപ്പത്തി തൽപ്പിയത്ത് വചങ്ങൾ വീട്ടിൽ പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ചു തുണച്ചു നഹിച്ചു പുരാണ വിളിച്ച് മിണ്ടാനേ ഗുണപൂണ്ടാനേ. സഫ മർവ കിടക്കവൻ സാഹിയുകൾ നടത്തി, സ്മരണയിൽ ഹജറും മകനുമായി വന്നെത്തി. സഫ മർവ കിടക്കവൻ സാഹിയുകൾ നടത്തി, സ്മരണയിൽ ഹജറും മകനുമായി വന്നെത്തി. സ്മൃതികൾ പകരുന്ന ജലശബ്ദം കുടിച്ച് സുബഹാനിൽ തക്ബീറും തസ്ബീഹും ഒരു വിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ചു തുണച്ചു നയിച്ചു പുരാണ വിളിച്ച് മിണ്ടാനേ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകോടി അടങ്ങലമുടയോണടക്കും ലക്ഷം ഇലാഹിന്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച പൊതി നടക്കും. ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് തുതനോർത്തുതരച്ച് പതിമക്ക തടുത്തിടുന്നേ, റബ്ബിൽ ഉദിബത്ത് നടത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തന തേടി മിണ്ടാനേ ഗുണപൂണ്ടാനേ. ഓക്കെ, മാഷാ അല്ലാ. ഇന്നത്തെ 2 പേരും അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പാട്ടാണ്. ഹുസൈൻ VM ഇടത്തനാട്ടുകാർ. അബ്ദുൽ ഹമീദ് CK പറഞ്ഞത് മോളും കലക്കിയിട്ടുണ്ട്, സ്വരം സൂപ്പറായിരിക്കുന്നു, അവിടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നന്നായിട്ട് ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയട്ടെ.
പിന്നെ അഫാൻ്റെ മാതാപിതാക്കൾ ഏതായാലും ഭാഗ്യം ചെയ്തവരാണ് എന്നാണ് പിന്നെ ഉമ്മുകുൽസു ചെറുമംഗലം പറഞ്ഞത്. അഫാൻ മോനെ, നിനക്ക് കിൻഡർ ജോയും കൊണ്ട് ആരോ വരുന്നുണ്ട്. ഒച്ച കേൾക്കുന്നുണ്ടോ നീ? ആരാണെന്നോ? നസീർ കോടൂരിൽ നിന്ന് വരുന്നുണ്ട് കിൻഡർ ജോയ് ഏറ്റ് അഫാൻ. പക്ഷെ ദൂരം കൂടുതലാണല്ലോ, എന്താ ചെയ്യുക അഫാനേ എന്നാ പറഞ്ഞു. ഇപ്പോൾ ദൂരത്തുനിന്ന് എത്തിക്കാൻ കഴിയില്ലത്രേ, എന്താ ചെയ്യുക? എനിക്ക് ഒരു ഫോൺ വാങ്ങിച്ച് ഫോണിലും അയച്ചെന്നാൽ മതിയോ കിൻഡർ ജോയ്? ഫോണും കൂടെ അയച്ചുതരാൻ പറയല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അഫാനെ, എന്താ ഇന്നത്തെ ലൈവ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അഫാൻ ഇന്ന് എല്ലാം കൊണ്ട് പൊളിച്ചിരിക്കുകയാണ്. അഫാൻ്റെ കഥയും അടിപൊളി സൂപ്പർ കഥയായിരുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇനിയുണ്ടല്ലോ പാട്ട്, ഇനിയുണ്ടല്ലോ തീരാത്ത പാട്ടുകൾ ഇനിയുമില്ലേ? അപ്പം ഇനി എനിക്ക് തോന്നുന്നത് നമുക്ക് ഗാസനെ പറ്റിയുള്ളൊരു പാട്ടുണ്ടല്ലേ, ആ പാട്ട് ഫുൾ അറിയില്ലേ? അറിയും. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് പാടണം. ആ പാട്ടിലെ പാവപ്പെട്ട ഗാസിയിലെ കുട്ടികളെ ഓർത്തിട്ട് പാടിയ പാട്ടല്ലേ അല്ലേ? ആ പാട്ട് പാടിയല്ലോ അഫാനെ. അഫാൻ വേറെ എവിടെയൊക്കെ പാട്ട് പിന്നെ നേരത്തെ അഫാനെ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. അഫാൻ UKG പറഞ്ഞ ഇല്ലല്ലോ. അഫാൻ എത്ര വയസ്സായത്? 4 വയസ്സായ കുഞ്ഞു കുട്ടിയാണോ വലിയ കുട്ടിയാണോ? വലിയ കുട്ടിയാണ് അല്ലേ? 4 വയസ്സായ വലിയ കുട്ടിയാണ് അല്ലേ? പക്ഷെ 4 വയസ്സായി UKG സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ പോകുന്നുണ്ട് UKG. ഇത്ര കുട്ടിയായിരുന്നു. ഇപ്പോൾ ഇവിടെ കസേരയിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ വലിയ കുട്ടിയായി അല്ലേ? സ്റ്റുഡിയോൻ്റെ ഉള്ളിലിരുന്നപ്പോൾ അഫാൻ എന്താ തോന്നി അവിടെ ഇരിക്കുമ്പോൾ? ഒന്നും തോന്നിയിട്ടില്ല. സന്തോഷം തോന്നിയില്ല? സന്തോഷമല്ലേ? നല്ല സന്തോഷമല്ലേ? നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആ പാട്ട് പാടിയാലോ, ഗാസ. പക്ഷെ വിഷമമുള്ള പാട്ടാണെന്നാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ, ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ പാട്ട് പാടാം നമുക്ക്. തുടങ്ങിക്കോ. ഗാസ തെരുവിലെ ചോര കണ്ടേ ഞാനും മൈടട്ടൊരു കണ്ണീർ കാവ്യം പിഞ്ചോമരമക്കളെ ചോരക്കായി ദാഹിച്ചലയുന്നൊരു ചന്നായി കൂട്ട് ഗാസ തെരുവിലെ ചോര കണ്ടേ ഞാനും മൈടട്ടൊരു കണ്ണീർ കാവ്യം പിഞ്ചോമരമക്കളെ ചൊഞ്ചാക്കായി ദാഹിച്ചലയുന്ന ജന്നായിട്ടം മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാസിസം തടവറയിൽ അടിമയായി നിൽപ്പോനി എന്നു തീരിൻ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ സബലിയും ചിരിയുന്ന കാലം വരുന്നുണ്ട് തക്കിലെ കണ്ട് നേടിടുവേ ഫാസിസം കരയുമെന്ന്. ഒന്നുകൂടി ഗാസ അല്ലേ? അപ്പോൾ ഗാസിൻ്റെ ബാക്കി കൂടിയും പാടാണ്ടേ? നമുക്കിനി അടുത്തതിൽ പാടണം അല്ലേ ബാക്കി അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ആ, നടക്കുമ്പോൾ കൂടി നമുക്ക് പാടാണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമുക്ക് ഒരു ചോദ്യം ഉണ്ട് അസ്വൻ്റെ. ഏതാ ചോദ്യം അസ്വ? നമ്മൾ പറയും നമ്മളെ സാധനമാണ്, പക്ഷെ മറ്റുള്ളവരാണ് ഉപയോഗിക്കുക. അത് അഫാൻ അറിയാം. നമ്മളെ സാധനമാണ് അഫാനെ, പക്ഷെ വേറെ ലോലാണത് ഉപയോഗിക്കുക. അതിൻ്റെ ഉത്തരം അറിയാം എനിക്ക്? അറിയില്ല. ഞാൻ പറയട്ടെ പേര് അല്ലേ? അപ്പോൾ കുരുന്നുകളൊന്ന് പാട്ട് പാടിയിട്ട് ഇനി തളർന്നില്ലേ, ഇനി ക്വസ്റ്റ്യൻ വരട്ടെ എന്നാണ്. പാട്ടുകൾ രണ്ടാളെ പാട്ടുകളും സൂപ്പറായി. ഞങ്ങളെ കൈമ നല്ല തണുപ്പ് വരുന്നുണ്ട്. തണുപ്പ് വരുന്നുണ്ട് അല്ലേ? ക്ഷീണമായിട്ടില്ല? ക്ഷീണം വന്നിട്ടില്ല പാടിയിട്ട്? അപ്പോൾ ഇവിടെ ആരോ ചോദിച്ചെന്താന്നോ, ഒരു താത്ത ചോദിച്ചതാണ്, അഫാന് ക്ഷീണമായിട്ടില്ല ഇത്ര തോനെ പാട്ട് പാടിയിട്ട്? ക്ഷീണമുണ്ടോ അഫാനെ? അഫാന് നല്ല ശക്തി ഉണ്ട് അല്ലേ? നല്ല ശക്തി ഉണ്ട് അല്ലേ? എന്താ അഫാന് ഭക്ഷണം കഴിച്ചെന്ന് ഉച്ചക്ക്? മന്തി കഴിച്ചെന്ന്? ഉച്ചക്കോ? ഞാൻ മന്തി
കഴിച്ചിട്ട് ഞാൻ വാർത്ത പറഞ്ഞു. പിന്നെ എന്താ കഴിച്ചെന്ന് ഉച്ചക്ക് ഓർമ്മല്ലേ? അപ്പം ഭക്ഷണം കഴിക്കലില്ലേ? ഭക്ഷണം കഴിക്കലുണ്ടോ? എന്നാ ഏത് ഭക്ഷണം കഴിച്ചെന്ന്? ഒന്നും കഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ മറന്നു. അതാ ഇനി എന്താ ചെയ്യാ? ഇനി വീട്ടിൽ പോകുമ്പോ തിന്നാം. വിശക്കണുണ്ടോ അഫാന്? എല്ലാവർക്കും ഓലൊക്കെ തിന്നീന്. ഓരൊക്കെ തിന്ന് അഫാന് തന്നില്ല? പാവട്ടോ അഫാന്. നമുക്ക് ഇന്ന് വൈകുന്നേരം ലൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്കേ അവിടെ കുറച്ച് പോയാ അവിടെ മന്തിന്റെ ഷോപ്പ് ഉണ്ടല്ലേ? ഷോപ്പല്ല, അവിടെ അവിടെ പൊറാട്ടന്റെ സ്ഥലമുണ്ട്. നമുക്ക് പൊറാട്ട കഴിച്ചാലോ എന്നാല്? അല്ലേ? പൊറാട്ടയും പിന്നെന്താ പറ്റിയത്? ബീഫോ? കിൻഡർ ജോയ് ഫസ്റ്റ് വാങ്ങണം. അത് ഈസ്റ്റ് കോഡൂർ നേരത്തെ പറഞ്ഞ നസീർക്ക് പറഞ്ഞത് കിൻഡർ ജോയ് കൊണ്ടുവരാൻ പറ്റുകയും കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. പക്ഷെ ദൂരം ആയതുകൊണ്ട് കൊണ്ടുവരുന്നില്ല. പിന്നെ കിൻഡർ ജോയ്. പിന്നെ വേറെ നമുക്ക് എന്ത് ചെയ്യാന്നോ? അഫാന് ബർഗർ ഇഷ്ടമാണോ? ബർഗർ ഇഷ്ടാ? തോലാണ് ഇഷ്ടം ബർഗറിൻ്റെ? തോല് നിരുത് അത് അപ്പോൾ ബർഗർ നമുക്ക് കഴിക്കാം കേട്ടോ. ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് ബർഗർ കഴിച്ചാലോ? ശരി. അപ്പോൾ ബർഗർ കഴിക്കുന്നതിൻ്റെ മുമ്പ് പിന്നെ ബർഗറൊക്കെ കഴിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ബാക്കി കൂടി കുറച്ച് പാട്ടുകൾ കൂടെയൊക്കെ നമുക്ക് പാടാനുണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അസ്വ, എന്തായിരുന്നു നേരത്തെ നമ്മൾ ചോദിച്ചത്? പേര് എന്നുള്ളത് നമ്മളുടേതാണ്, പക്ഷേ എങ്ങനെയാണ്? ചോദ്യം എന്തായിരുന്നു? നമ്മളെ സാധനം പക്ഷെ നമ്മൾ ഉപയോഗിക്കൂല, വേറെല്ലോലാണ് ഉപയോഗിക്കാം അല്ലേ? അസ്വ എന്ന് അസ്വ പറയില്ല, വേറെ ആരെങ്കിലുമൊക്കെ പറയല്ലേ? അഫാനെ എന്ന് അഫാൻ പറയോ? ഇല്ല. അഫാൻ ആരൊക്കെ? അമ്മച്ചി പറയും, അഫാനെ ഉപ്പച്ചി പറയും, അസ്വ പറയും, റേഡിയോ എന്ന് അങ്കിൾമാർ പറയും, ഒക്കെ അഫാനെ എന്ന് പറയും. പക്ഷെ അഫാൻ്റെ പേര് അഫാനെ വിളിക്കുക. അഫാനെ എന്ന് വിളിക്കല്ലോ? ഇല്ല. ശരി. അപ്പോൾ എൻ്റെ ഉത്തരം അയച്ചത് ഷംനാദ് ഖാനാണ്, സൽമ ഫറൂഖ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഇന്നത്തെ ഈവനിങ് ലൈവ് കുട്ടികൾ പാട്ടുകൾ കൊണ്ട് ഉഷാറാക്കി. അൽഹംദുലില്ലാഹ്, ഇനിയും ഉയരങ്ങളിലെത്തിക്കട്ടെ എന്ന് സഫിയ എടപ്പാള്. ആരിഫ കാക്കയങ്ങാട് സൂപ്പർ, ബിഗ് സല്യൂട്ട്. അഫാന് ബിഗ് സല്യൂട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അഫാൻ ഇനിയും വരണമെന്നാണ് ആര് പറഞ്ഞെന്നോ? ഹുസൈൻ ക എടത്തനാട്ടുകരയിൽ നിന്നും ഹുസൈൻ VM. അഫാനോ ഇനിയും വരണം എന്ന്. ഇനി വരുമോ വേറൊരു ദിവസം? ഇൻഷാ അല്ലാ. അപ്പോൾ ഇനിയും വരണം. പിന്നെ വേറൊരു ചോദ്യം ഉണ്ട് അസ്വ. ഏതാണ് ചോദ്യം? പാട്ട് ഈ ചോദ്യം കഴിഞ്ഞിട്ട് പാടാം. ഹിന്ദിക്കാർ കീശയിലിടും പക്ഷെ മലയാളികൾ അടുപ്പിലിടും. ആഹാ, അതെന്താ? ഹിന്ദിക്കാർ കീശയിലിടും മലയാളികൾ അടുപ്പിലിടും. ചോറുകളുടെ കഥയാണ് ഓല് പറയണേ. ഹിന്ദിക്കാർ കീശയിലിടും മലയാളികൾ അടുപ്പിലിടും. ആരൊക്കെ പറഞ്ഞ നോക്കട്ടെ. പിന്നെ ഇന്നത്തെ ലൈവ് മുതലായി എന്നാണ് ആര് പറഞ്ഞു? ഹുസൈൻ VM പറഞ്ഞത്. 2 മക്കളെയും നല്ല മക്കളാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നും മുകുൽസു ചെറുമംഗലം. അപ്പോൾ ഇനിയും എന്തായാലും വരണമെന്നാണ് മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത്. ശരി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആരാ വന്നത് നോക്കട്ടെ. പെൻ, കലം. അതന്നെ പെന്ന്. മന്നയാണ് അതിൻ്റെ ഉത്തരം പറഞ്ഞത്. സൽമ ഫറൂഖ് കലം എന്ന് പറഞ്ഞു. ഹിന്ദിക്കാർ കീശയിലിടും മലയാളികൾ അടുപ്പുമ്മ വെക്കൂലേ? അടുപ്പിലിടൂല, അടുപ്പുമ്മ വെക്കും എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേറൊരു മറ്റൊന്ന് പറയും. ഇനി കുസൃതി ഉണ്ടോ? ഇനി നമ്മുടെ ശ്രോതാക്കൾക്ക് നമുക്ക് അവസരം കൊടുക്കാം. ഇനി ആരെങ്കിലുമൊക്കെ ഷംനാദ് ഖാനും പറഞ്ഞിട്ടുണ്ട് ഒരു വോയിസ് മെസ്സേജ് കേൾക്കാം. അഫാനെ നമുക്കൊരു വോയിസ് കേൾക്കാം കേട്ടോ. ആ വോയിസ് ഒന്ന് കേട്ടോക്കെ. Assalamualaikum. My name is Alia Shifan. Allahumma ahsin daldi wa ahsin khulki. നമ്മൾ നല്ല കുട്ടികളാകേണ്ട പ്രാർത്ഥനയാണ്. ആലിയ ഷിഫാൻ എന്ന് പറഞ്ഞാൽ അഫാനെ പോലെ തന്നെ വേറൊരു കുട്ടിയുണ്ട്, ഈവനിങ് ലൈവിൽ വരലുണ്ട്. ആലിയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളത് അല്ലേ? അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. എൻ്റെ സ്വഭാവം നന്നാക്കണേ എന്നുള്ള പ്രാർത്ഥന ആലിയ ഷിഫാൻ പഠിപ്പിച്ചു തന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു അഫാനെ ആലിയ ഷിഫാൻ്റെ പ്രാർത്ഥന? നല്ല രസമുണ്ടോ? ഉഷാറായോ? മാഷാ അല്ലാ, സൂപ്പർ അല്ലേ? ശരി. അപ്പം നമുക്കിനി അടുത്ത പാട്ട് പാടാം. റെഡിയാണോ? എനിക്ക് തോന്നുന്നു റെഡി അല്ല. ആണോ? ഇനി എത്ര പാട്ട്? ഖാദിർ തൊലബന
ആ പാട്ട് പാടിയാലോ? എനിക്ക് കുറച്ചറിയുള്ളൂ. കുറച്ചേറെ കുഴപ്പമില്ല, ഇത്തിരി പാടിയാൽ മതി, അറിയണ അത്ര പാടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്. കതിർ തലവന തകത്തി കിളി വിളി കളിയാളി റസൂറുള്ള പിതറളി വിളി ബാധനുമി ബഹുമതി ചമി തങ്കറളിയല പിതമ തനുമ ഇതുമ തനുമ ബറമിൽ ബറമിൽ സഫിയല്ല ചാതുർമ തല പൊളി തലമിരും അലം സെലൻ താത താഗ താഗ. അവിടുന്ന് മാഷാ അല്ലാ. അപ്പം അഫാനാണ് പാടുന്നത് അല്ലേ? അപ്പോൾ അത്രയും നമ്മൾ പാടില്ലേ? അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഇവിടെ വേറൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്, വേറെ വോയിസ് മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ. 85 90 745 845. നമുക്കിനി വേറൊരു കാര്യം ചെയ്യാം, ഒരു ചോദ്യം ചോദിച്ചിടാം, ശേഷം അഫാൻ്റെ വേറെ പാട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അഫാനെ നമ്മൾ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അമീർക്ക് ചോദിച്ച ചോദ്യമാണ്, എടുത്താൽ കാണാം വെച്ചാൽ കാണില്ല, അതെന്താണ്? അസ്വനോട് ചോദിക്കുന്നുണ്ട്, അഫാനോടും ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ചോദിക്കാണ്. എടുത്താൽ കാണാം വെച്ചാൽ കാണില്ല. ശരിക്കും നേരെ തിരിച്ചായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഉത്തരം അറിയുന്ന ആളുകൾ അയച്ചോളൂ, ഉത്തരം അയച്ചോളൂ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അഫാൻ്റെ പാട്ട് പാടാം. ഏതാ പാട്ടെന്നോ? ആരൊരാൾ പാടുന്ന ആ പാട്ടില്ലേ? അങ്ങനെ ഒരു പാട്ടില്ലേ അഫാനെ? താരാട്ടു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ പാട്ട് നമുക്കൊന്ന്, അത് അഫാന അറിയോ ആ പാട്ട്? അറിയില്ല. അറിയോ? ആര് പറഞ്ഞ്? ഉമ്മ പറഞ്ഞിട്ടുണ്ട് അറിയുന്നോ? എന്നൊന്ന് നോക്ക് നമുക്ക്. ആ പാട്ടൊന്ന് പാടിയാലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്റെ അതിരണ്ടമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ തെളിയുന്നതെന്റെ അതിലെന്റുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോളുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിച്ചൊരുമ്മ ഒരുകുന്ന നേരം ഉമ്മാനെ വേണം ഉടനെ മാറും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ പാട്ടിൻ്റെ ഇൻഷാല്ലാ അതിലേക്ക് തന്നെ ഇനിയും വരണം കേട്ടോ. ആ പാട്ടിലേക്ക് നമുക്ക് വരാം ഇൻഷാല്ലാ. ഇതാ ഇത്രയും സമയം അടിപൊളിയായിട്ട് ആ പാട്ടുകളൊക്കെ പാടാം. ഇതൊക്കെ എപ്പോഴാണ് അഫാന് പഠിച്ചു വെക്കണമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കണത്. വീട്ടിലെ UKG എന്നാണോ അതൊക്കെ പഠിക്കണത്? ആരാ മോനിതൊക്കെ പഠിപ്പിച്ചു തരണം? അപ്പോൾ ഉമ്മച്ചി പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ ആരൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്? കുറേ ആൾക്കാർ പഠിപ്പിച്ചു തരുന്നുണ്ടോ? ഇത്താത്തമാരൊക്കെ പഠിപ്പിച്ചു തരുന്നില്ലേ? ഇക്കാക്കി ഇത്താത്തയൊക്കെ? എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടോ അഫാനെ? സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടോ? നല്ല ഇഷ്ടം. എവിടെ പോകാൻ ഇഷ്ടം? അവിടെ പോകാൻ ഇഷ്ടമുണ്ടോ? ഈ സ്റ്റുഡിയോൻ്റെ അപ്പുറത്തില്ലേ, ആ സ്കൂളിൽ പോരാൻ ഇഷ്ടമുണ്ടോ എനിക്ക്? ഏത് സ്കൂളിലാണ് എനിക്ക് പോകാൻ ഇഷ്ടം? അവിടെ തന്നെ? ആ സ്കൂളിൻ്റെ പേരെന്താ? ഗ്രീൻ വാലി പറഞ്ഞ സ്കൂളുണ്ടല്ലേ ഇതിൻ്റെ അപ്പുറത്ത്, അവിടെ മിഠായിയൊക്കെ ഉണ്ട്. ശരി, അപ്പോൾ മാഷാ അല്ലാ പൊന്നുമോൻ സൂപ്പറാണ്, ഉയരങ്ങളിലെത്തുമാറാവട്ടെ. ഇന്നത്തെ ലൈവ് മോൻ കൊണ്ടുപോയി, ഇനിയും ലൈവിൽ വരണമെന്നാണ് ഷമീന ബുഹാരി അത്താണിക്കൽ പറഞ്ഞത്. ഇന്നത്തെ ലൈവ് അടിപൊളിയാക്കിയത് അഫാനാണ് എന്ന് ഷമീന പറഞ്ഞതാണ്.
അതുപോലെ ഹുസൈൻ വി എം എടത്തനാട്ടുകര സൂപ്പർ, ഇന്നത്തെ ലൈവ് വീഡിയോ ക്ലിപ്പാക്കി ഇറക്കണമെന്നാണ്. അതുപോലെ അമീർ ടി എടത്തനാട്ടുകരയും പിന്നെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതാണ്, കണ്ണട വെക്കുന്ന ആൾക്ക് എടുത്താലല്ലേ കണ്ണട കാണുള്ളൂ, മുഖത്ത് വെച്ചാൽ കണ്ണട കാണുമോ? എടുത്താലല്ലേ കണ്ണട കാണുള്ളൂ എന്നാണ്. കണ്ണാടി എന്ന ഉത്തരം മൻഹ നസീർ നേരത്തെ പറഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ വേറെയുണ്ട്. നമുക്കേ ഇനി ആകാശമേലാപ്പും അമ്പിളിയും അങ്ങനെ ഒരു പാട്ടില്ലേ, അത് അഫാൻ അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അറിയോ? നമുക്ക് കുറച്ചൊന്ന് പാടി നോക്കിയാലോ? പാടല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമാരിയം താരകളും ആരും മലയും മല നിറയും ആരീ വിധത്തിൽ പടച്ചു വച്ചു, ആരീ വിധത്തിൽ പടച്ചു വച്ചു. വിഞ്യാമയൊക്കെയും റബ്ബിൽ നിന്ന് വിചാരം കനിഞ്ഞ വന്ന് വിശ്വാസമുള്ളിലുറച്ചവന്ന് അടര സ്വർഗത്തോടുറപ്പു വന്ന് അല്ലാഹുവിൻ്റെ കാരുണ്യസനം അവരൊന്നാൽക്കേ പരമാധികാരം. അല്ലാഹുവിൻ്റെ കാരുണ്യസാനം അവരൊന്നാൽക്കേ പരമാധികാരം. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് പാടി, മാഷാ അല്ലാ, സൂപ്പർ. അപ്പോഴേ പിന്നെ അൽഹംദുലില്ലാ. അപ്പോൾ ഇങ്ങനെ കുറേ പാട്ടുകൾ. അപ്പം അതന്നെയാണ് ഞാൻ എന്നാൽ അഫാൻ വന്ന് പറഞ്ഞില്ലേ ഇഷ്ടം പോലെ പാട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പം ഞാൻ എത്രയെന്നാണ് വിചാരിച്ചിരുന്നു അഫാനെ? 2 പാട്ട് 3 പാട്ട് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം എത്ര പാട്ട് ഇപ്പോൾ പാടി. ഇപ്പം കിൻഡർ ജോയ് ഒന്നും പോരല്ലേ, 10 പാട്ടൊക്കെ പാടിയോ അല്ലേ? ഓക്കെ, 4 പാട്ട് പാടിയിട്ടുള്ളൂ? അല്ല, കുറേ പാട്ട്. അഫാനിപ്പോൾ എത്ര പാട്ട് പാടിയെന്ന് നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കുക. അവർക്ക് അറിയുന്ന ആൾക്കാർ ഏകദേശം കണക്കൊന്ന് പറയട്ടെ. അഫാൻ പാടിയ പാട്ടൊക്കെ അഫാൻ എല്ലാ പാട്ടും അറിയും, മാഷാ അല്ലാ. അഫാൻ്റെ വീടൊരു ഈണം ഒരു ഈണം ഹൗസാണ് എന്നാണ്. ഇവിടെ നമുക്ക് പാട്ടിടാലോ. ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പാട്ടിടാം കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് പാട്ടിടാം. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക് പോവാം. അപ്പോൾ വോയിസ് മെസ്സേജ് ഉണ്ട് അല്ലേ, പാടക്കുറിപ്പുണ്ട്. പാടക്കുറിപ്പ് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആളുകളെ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട ഏറ്റവും ഗൗരവം നിറഞ്ഞ മര്യാദകളെ മാറ്റിവെച്ച് പ്രവാചകൻ പറഞ്ഞതിന് എതിരാകുന്നൊരു സാഹചര്യങ്ങളുണ്ടോ എന്നതൊരു വിശ്വാസി പരിശോധിക്കേണ്ട ആളാണ്. അങ്ങനെ പരിശോധിച്ചിട്ടില്ല എങ്കിൽ പ്രവാചകൻ ആക്ഷേപിച്ച് പറഞ്ഞ വിഭാഗത്തിൽ നമ്മളും ഉൾപ്പെടുമെന്നൊരു ഭയപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മളൊക്കെ വേഷം, വസ്ത്രം ഒക്കെ സ്വീകരിക്കുന്ന ആ കാര്യത്തിൽ മാന്യത കാണിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് മക്കൾ, കുട്ടികൾ എന്ന നിലക്കൊക്കെ വലിയ പ്രൗഢിയോടുകൂടെ, ഒരല്പം തൃപ്തിയോടുകൂടെ നമ്മളൊക്കെ മനസ്സിൽ ഇഷ്ടത്തോടുകൂടെ കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണം. പുതിയ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ മറ്റ് കൂട്ടുകാർ നമ്മൾ നോക്കുമ്പോൾ മാഷാ അല്ലാ പുതിയ വസ്ത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മെ അവരഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ തന്നെ വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. അത് നമ്മുടെ മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ അതൊരു ഇഷ്ടമുള്ള കാര്യമാണ് നമുക്ക്. സ്വാഭാവികമായും ഈ വേഷവിധാനങ്ങളൊക്കെ നമുക്ക് അനുവദിച്ച രൂപത്തിലാകുമ്പോൾ അവിടെ ഒന്നുകൂടെ ഇസ്ലാമികപരമായി അതിൻ്റെ ഒരു പത്തരമാറ്റ് വർദ്ധിക്കുകയാണ്. അള്ളാഹുവിനനുസരിക്കുന്നൊരു വ്യക്തി എന്ന നിലക്ക് നല്ലൊരു വേഷവിധാനമൊക്കെ സ്വീകരിച്ച് അള്ളാഹ് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ മുന്നോട്ട് എത്ര വലിയ സന്തോഷമുള്ള കാര്യമാണത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച് പറഞ്ഞ, ലഅനത്ത് പറഞ്ഞ
വിഭാഗങ്ങളിൽ പെടുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ സ്വഭാവം അൽ മുത്തശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസ, സ്ത്രീകളുമായി സാദൃശ്യം തോന്നിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനം സ്വീകരിക്കുന്ന പുരുഷന്മാർ. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വൽ മുത്തശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർ റിജാൽ, പുരുഷന്മാരോട് സാദൃശ്യം തോന്നിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, രണ്ടും വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ഏരിയയാണ്. ട്രെൻഡിൻ്റെ ഒരു കാലഘട്ടം, എല്ലാം ട്രെൻഡാണല്ലോ ഇപ്പോൾ. നമ്മൾ വസ്ത്രത്തിൻ്റെ ഡ്രസ്സിൻ്റെ കടയിലൊക്കെ ചെന്ന, ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ ഷോപ്പിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വസ്ത്രങ്ങൾ വിപണിയിൽ ധാരാളം കിട്ടും. നമ്മൾ ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് കിട്ടും. അതിലൊക്കെ കൂടുതലും ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായിരിക്കാം ഉണ്ടാവുക. അതല്ലാത്തത് നമുക്ക് ലഭിക്കും. നമ്മുടെ ചോയ്സാണല്ലോ നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. നമ്മുടെ ചോയ്സിനൊത്തതൊക്കെ നമുക്ക് വിപണിയിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ വളരെ മാന്യത നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് പറഞ്ഞ വസ്ത്രം അത് നാട്ടിൽ അറിയപ്പെട്ടതാണ്. പുരുഷന്മാർക്ക് പറഞ്ഞ വസ്ത്രവും നാട്ടിൽ അറിയപ്പെട്ടതാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒന്നാണെന്ത്, പെൺകുട്ടികൾ സ്കൂളിലൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വേഷം ധരിക്കുക, പാൻറ്റും ഷർട്ടും ഇട്ട് വരുന്നൊരവസ്ഥ, ആൺകുട്ടികളുടെ വേഷം പെൺകുട്ടികൾ സ്വീകരിക്കുന്നൊരവസ്ഥ വല്ലാതെ നമുക്കിടയിലുണ്ട്. അപ്പോൾ പെൺകുട്ടികൾക്ക് അതൊരു നാണമായി തോന്നാതെ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ടൈറ്റായ രൂപത്തിൽ കാണുന്ന രൂപത്തിൽ അവർ വേഷം ധരിക്കുക, ഒരു പക്ഷേ ആൺകുട്ടികൾ ധരിക്കുന്നതിനേക്കാൾ മോശമായ രൂപത്തിലേക്ക് അവരുടെ വസ്ത്രധാരണം പോകുന്നൊരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് സ്കൂളുകളിലും മറ്റും കാണാൻ പറ്റും. ഇവിടുത്തെ നിയമങ്ങൾ അത്ര മാറിയാലും, ഇവിടെ കോടതികളിൽ നിന്ന് വരുന്ന നിയമ സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവിടെ ആളുകൾ മാറിയാലും, വിശ്വാസി എന്ന നിലക്ക് നമുക്കൊരു നിലപാടും നമുക്കൊരു സമീപനവും ഒക്കെ ഈ വിഷയത്തിലുണ്ട് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് നമ്മൾ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ്റെ സ്വഹാബികളും എങ്ങനെയായിരുന്നു എന്നതും പ്രവാചകൻ്റെ ഭാര്യമാരെങ്ങനെയായിരുന്നു ഒക്കെ അറിയപ്പെട്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായി നമ്മൾ വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ ആണിൻ്റെ വേഷത്തിലും പെണ്ണിൻ്റെ വേഷത്തിലും മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ ആയി വരണമെന്നത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അപ്പോൾ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അഫാനുണ്ടാ കുറേ പാട്ടുമായിട്ട് നമ്മുടെ കൂടെ വന്നു. അവസാനത്തെ ഒരു പാട്ട് കൂടിയുണ്ട്, യാ വദൂദ് അല്ലേ? യാ വദൂദ് ഏതൊരു പാട്ടില്ല, ആ പാട്ട് കൂടിയും പാടിയിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാടിക്കാം. ഓക്കെ, ആ പാട്ട് ഇപ്പം ലാസ്റ്റ് നമ്മൾ പാടാൻ തീരുമാനിച്ച പാട്ട് പാടിക്കും. യാ വദൂദ്. യാ വദൂർ നശറുക ഖൈറു ബികാന ഐന മഫറു വബാന ഖൈറുക മയുഹ്ലി നാം. യാ വദൂർ നശറുക ഖൈറു ബികാന ഐന മഫറു വബാന غيرك ما يغلينا أين مفر ومانا غيرك ما يجهينا يا بدور يا بدور نشرك غير بكان أين مفر ومنا غيرك ما يغلينا. മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ലൈവ് നമ്മൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഒരുപാട് ജമീല വി പി കാളിക്കാവും, നഫീസ പി എ താമരശ്ശേരിയും, മെഹനാസ് ഗഫൂറും, റൈഹാന ബാനു തോട്ടശ്ശേരിയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.